ജനുവരി 14 ഞായറാഴ്ച. യോഹന്നാൻ 1:35 മുതൽ 42 വരെ വാക്യങ്ങൾ. പല സന്യാസ സഭകളും തങ്ങളുടെ സഭയിലെ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നതിനായി യുവാക്കൾക്കോ യുവതികൾക്കോ വേണ്ടി ഏതാനും ദിവസങ്ങൾ കം ആൻഡ് സീ, വന്നു കാണുക എന്ന ഒരു പ്രോഗ്രാം നടത്താറുണ്ട്. കാൻഡിഡേറ്റ്സ് അവരോടൊപ്പം വന്ന് താമസിക്കുകയും അവരുടെ ഖാരിസവും ആത്മീയതയും അനുഭവിക്കുകയും ചെയ്യുന്നു. അവരുടെ ആരാധനകളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം അവർ പങ്കെടുത്ത് ആ സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുവിൻ്റെ 2 ശിഷ്യന്മാർക്ക് ഉണ്ടായ സമാനമായ ഒരു അനുഭവം വിവരിക്കുന്നു. സ്നാപക യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ കുറച്ച് ദിവസം ചിലവഴിക്കുന്നതാണ് നാം കാണുന്നത്. യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ആകാംക്ഷ ജനിപ്പിക്കുന്നു. 2 പേർ തന്നെ പിന്തുടരുന്നത് കണ്ട് യേശു നിങ്ങൾക്ക് എന്തു വേണം എന്ന് ചോദിച്ചു. അത്ഭുതങ്ങളോ അടയാളങ്ങളോ അഭ്യർത്ഥിക്കുന്നതിന് പകരം അവർ ചോദിച്ചത്, റബ്ബി, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് എന്നാണ്. ഈ ചോദ്യം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിനും ബന്ധപ്പെടുന്നതിനുമുള്ള ആഴത്തിലുള്ള ദാഹത്തെ കാണിക്കുന്നു. വരൂ, നിങ്ങൾ വന്ന് കാണുക എന്ന യേശുവിൻ്റെ പ്രതികരണം വ്യക്തിപരമായ ഒരു അനുഭവത്തിലേക്കുള്ള തുറന്ന ക്ഷണമായിരുന്നു. നമ്മുടെ ആത്മീയ അന്വേഷണത്തിൻ്റെ മനോഹരമായ രൂപകമാണ് ഈ ഇടപെടൽ. യേശു നമ്മെ വസ്തുതകളോ കൽപ്പനകളോ ഉപയോഗിച്ച് മാനസാന്തരപ്പെടുത്താൻ പോകുന്നില്ല. പകരം നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. ഈ ക്ഷണം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മെയും നമ്മുടെ ഉദ്ദേശത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണ രൂപപ്പെടുത്തുന്ന ഒരു പരിവർത്തന യാത്ര നമ്മൾ ആരംഭിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അടുത്ത ഭാഗം വ്യക്തിപരമായ സാക്ഷ്യത്തിൻ്റെ ശക്തി കാണിക്കുന്നു. യോഹന്നാൻ്റെ വാക്കുകൾ കേട്ട് യേശുവിനെ അനുഗമിച്ച 2 പേരിൽ ഒരാൾ സൈമൺ പീറ്ററിൻ്റെ സഹോദരൻ ആൻഡ്രൂ ആയിരുന്നു. ആൻഡ്രൂ ആദ്യം ചെയ്തത് തൻ്റെ സഹോദരനെ കണ്ടെത്തി ഞങ്ങൾ മിശിഹായെ കണ്ടു എന്ന് അവനോട് പറയുക എന്നതായിരുന്നു. എന്നിട്ട് ശിമയോനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവന് പത്രോസ് എന്ന് പേരിട്ടു. ആൻഡ്രൂവിൻ്റെ പ്രവർത്തനങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു കണ്ടെത്തലിനോടുള്ള മനുഷ്യൻ്റെ സ്വാഭാവിക പ്രതികരണത്തെ കാണിക്കുന്നു. അതായത് തങ്ങൾക്കുണ്ടായ അനുഭവം മറ്റുള്ളവരുമായി പങ്കിടാനുള്ള ത്വര. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സാക്ഷ്യത്തിന് ലളിതവും നേരിട്ടുള്ളതും യഥാർത്ഥ അനുഭവത്തിൽ നിന്ന് ജനിച്ചതുമായ ആ സാക്ഷ്യത്തിന് മറ്റുള്ളവരെ സ്വാധീനിക്കാനും രൂപാന്തരപ്പെടുത്താനുമുള്ള ശക്തിയുണ്ട്. ക്രിസ്തുമായുള്ള നമ്മുടെ വ്യക്തി
വ്യക്തിപരമായ കൂടിക്കാഴ്ച ബലപ്രയോഗത്തിലൂടെയോ തർക്കത്തിലൂടെയോ അല്ല, മറിച്ച് നമ്മുടെ സ്വന്തം അനുഭവങ്ങളും പരിവർത്തനങ്ങളും പങ്കുവെക്കുന്നതിലൂടെ സുവിശേഷം പ്രചരിപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതായി കാണാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമതം കേവലം ഉപദേശങ്ങൾ മാത്രമല്ല എന്ന് ഓർക്കുക. അത് യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചാണ്. യേശുവിനോടൊപ്പം സമയം ചെലവഴിക്കാനും അവനിൽ നിന്ന് പഠിക്കാനും അവൻ്റെ സ്നേഹവും കൃപയും നേരിട്ട് അനുഭവിക്കുവാനും യേശുവിനോടൊപ്പം സമയം ചെലവഴിക്കാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. ഈ ബന്ധം വളർത്തിയെടുക്കാൻ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും തിരുവെഴുത്തുകൾ വായിക്കുന്നതിനും നമുക്ക് സമയം കണ്ടെത്താം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.